നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തസ്തൂപികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. വൃത്തസ്തൂപികയുടെ പാദപരപ്പളവ്, വക്രതല പരപ്പളവ്, ഉപരിതല പരപ്പളവ്, വ്യാപ്തം എന്നിവയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വൃത്തസ്തൂപികയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. ഈ കണക്ക് ചെയ്യുന്നതിന് മുമ്പായി എന്താവണം, നിങ്ങളുടെ മനസ്സിൽ ആ ബന്ധങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം. ചോദ്യം ഇതാണ്: ആരം 12 സെന്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൽ നിന്ന് 45 ഡിഗ്രി കേന്ദ്രകോണുള്ള വൃത്താംശം വെട്ടിയെടുത്ത് ഇത് വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരവും പാദത്തിന്റെ ആരവും എത്രയാണ് എന്നാണ് ചോദ്യം. നമ്മളെ വൃത്തസ്തൂപിക ആദ്യം തുടങ്ങിയത് എങ്ങനെയായിരുന്നു? വൃത്താംശത്തിൽ നിന്ന് വൃത്തസ്തൂപികയിലേക്കുള്ള മാറ്റമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്, അല്ലെ? ഈ ചോദ്യം ഇതാണ്: വൃത്താംശവും വൃത്തസ്തൂപികയും. അപ്പോൾ വൃത്താംശത്തെ വൃത്തസ്തൂപികയാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ട ബന്ധം എന്താണ്? ഓർമ്മിച്ചു നോക്കിയേ. വൃത്താംശത്തിന്റെ ആരം എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരമാണ്. അതുപോലെ R/L = X/360. ഈ രണ്ട് ബന്ധങ്ങൾ കൃത്യമായി മനസ്സിലുണ്ടാവണം. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താ? വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരം സമം വൃത്താംശത്തിന്റെ ആരം. ഇതാണ് ആദ്യത്തെ ബന്ധം. വൃത്തസ്തൂപികയുടെ ചെരിവുയരം സമം വൃത്താംശത്തിന്റെ ആരം. സ്തൂപികയുടെ ചെരിവുയരത്തിനെ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? L. അപ്പോ L സമം എത്രയാണ് വൃത്താംശത്തിന്റെ ആരം? 12 സെന്റിമീറ്റർ. നമുക്കിപ്പോ L സമം 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഈ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗത്തിന് ഉത്തരമായി സ്തൂപികയുടെ ചെരിവ് ഉയരം എന്നത് 12 സെന്റിമീറ്റർ ആണ്. ഇനി പാദ ആരം എത്രയാണെന്നാണ് ചോദ്യം. പാദത്തിന്റെ ആരം എത്ര? പാദത്തിന്റെ ആരം എങ്ങനെ കണ്ടുപിടിക്കും? അവയാണ് രണ്ടാമത്തെ ബന്ധം ഉപയോഗിക്കുക. ഏതാണത്? R/L = X/360. R/L = X/360. ഇവിടെ ആറാണ് കണ്ടുപിടിക്കേണ്ടത്. L അറിയാം, X കേന്ദ്രകോണാണ്, വൃത്താംശത്തിന്റെ കേന്ദ്രകോണാണ്. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ നോക്കുക. R/12 = 45/360. അപ്പോൾ R സമം എന്തായിരിക്കും? ഈ 12 ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ എന്തായി മാറി? R സമം 45/360 × 12 എന്നായി മാറുന്നു. ഇത് നിങ്ങൾ ക്രിയ ചെയ്യുക. എങ്ങനെയാണ് ക്രിയ ചെയ്യുക? ഇത് 45നെ 12 കൊണ്ട് ഗുണിച്ച് 360 കൊണ്ട് ഹരിക്കുന്നതിനേക്കാൾ എളുപ്പം ലഘൂകരിക്കുകയാണ് വേണ്ടത്. ഇവിടെ 5 കൊണ്ട് ലഘൂകരിക്കാം, 3 കൊണ്ട് ലഘൂകരിക്കാം. ചെയ്തു നോക്കുക. അല്ലെങ്കിൽ 45 8 പ്രാവശ്യം 45നെ ഗുണിച്ച് നോക്കാം. നിങ്ങൾ എത്ര പ്രാവശ്യം പോകുന്നു നോക്കാം. ഈ 12 അല്ലെങ്കിൽ 12 36 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 12 36 3 പ്രാവശ്യമാണ് പോവുക. അപ്പോൾ 30 കിട്ടും. 45/30 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ 5 കൊണ്ട് ഹരിച്ച് നോക്കാം. അങ്ങനെ ക്രിയ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം? 3/2 എന്നാണ് ഉത്തരം കിട്ടുക. 3/2. 45 360 നേരിട്ടും പോകും. 45 360 പ്രാവശ്യം പോകും. 45 × 8 ആണ് 360. അപ്പൊ 12/8. അതിന് ചുരുക്കിയാൽ 3/2 എന്നും കിട്ടും. ആ രീതിയിലേക്ക് ഇത് കണ്ടുപിടിക്കുക. ഇനി നമ്മളൊരു അടുത്ത ചോദ്യം നോക്കാം. ഇതിൽ തന്നെ അടുത്ത ചോദ്യം: ആരം 10 സെന്റിമീറ്ററും കേന്ദ്രകോൺ 60 ഡിഗ്രിയുമായ വൃത്താംശം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരവും ചെരിവുയരവും എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? വൃത്താംശത്തെ നമ്മൾ എന്താക്കി മാറ്റുന്നു? വൃത്തസ്തൂപികയാക്കി മാറ്റുന്നു. വൃത്താംശം വളച്ച് വൃത്തസ്തൂപികയാക്കുന്നു. ആ ബന്ധം തന്നെയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ മനസ്സിലേക്ക് വന്നത്? വൃത്തസ്തൂപികയുടെ ചെരിവുയരം സമം വൃത്താംശത്തിന്റെ ആരം. സ്തൂപികയുടെ ചെരിവുയരം വൃത്താംശത്തിന്റെ ആരമായി മാറുന്നു. ശരിയല്ലേ? അപ്പൊ L സമം എത്ര കിട്ടി? 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. L സമം 10 സെന്റിമീറ്റർ. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആരം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യം തന്നെയാണിത്. നേരത്തെ ചെയ്ത ചോദ്യം തന്നെയാണ്. R/L = 60/360. X/360 60/360 കിട്ടും. ഇവിടെ L സമം എത്രയാണ്? 10 ആണ്. അപ്പോ R/10 = 60/360. പിന്നെന്തായി മാറി? R സമം 60/360 × 10 എന്ന് വരും. എന്ത് ചെയ്യാം? ലഘൂകരിക്കാം. നിങ്ങൾക്ക് ലഘൂകരിച്ചത് ചെയ്ത് നോക്കുക. 0 ഇവിടെ ക്യാൻസലായി. പിന്നെ 6 കൊണ്ട് ഹരിച്ച് നോക്കുക. അത് കൃത്യമായി ഹരിക്കാൻ പറ്റും. നിങ്ങൾക്കത് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: പാദത്തിന്റെ ആരം 10 സെന്റിമീറ്ററും
ചെരിവ് ഉയരം 25 സെന്റിമീറ്ററുമായ വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എത്രയാണെന്നാണ് ചോദ്യം. പാദത്തിന്റെ ആരം 10 സെന്റിമീറ്ററും ചെരിവ് ഉയരം 25 സെന്റിമീറ്ററുമായ വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ. അപ്പോൾ ഇവിടെ പാദ ആരം തന്നിട്ടുണ്ട്, ആർ സമം തന്നിട്ടുണ്ട്, എൽ സമം തന്നിട്ടുണ്ട്. ആർ സമം 10 സെന്റിമീറ്റർ, എൽ സമം 25 സെന്റിമീറ്റർ. എന്താണ് വൃത്തസ്തൂപികയുടെ ആരവും ചെരിവ് ഉയരം തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചിട്ടല്ലോ. എന്താ അത്? ആർ ബൈ എൽ സമം എക്സ് ബൈ 360 ആണ്. അല്ലെങ്കിൽ എക്സ് ബൈ 360 സമം ആർ ബൈ എൽ. എക്സ് ബൈ 360 സമം ആർ ബൈ എൽ. അപ്പൊ ആർ ബൈ എൽ അറിയാം. എക്സ് ബൈ 360 സമം 10 ബൈ 25. അപ്പൊ ഈ 360 എന്തായി മാറി? എക്സ് സമം 360 വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ എക്സ് സമം 10 ബൈ 25 ഇൻറ്റു 360 എന്നായി മാറുന്നു. അപ്പോൾ എന്ത് ചെയ്താം? എക്സ് സമം 10 ബൈ 25 ഇൻറ്റു 360. പൊതുവായിരിക്കാം. ഇവിടെ 10ലും 25ലും പൊതുവായ 5 കൊണ്ടിരിക്കാൻ പറ്റും. അവിടെ 10ൽ 5 2 പ്രാവശ്യം, 25ൽ 5 5 പ്രാവശ്യം. ഈ 5നെ 360 കൊണ്ടിരിക്കാം. 36ൽ 5 7 പ്രാവശ്യം, 1 10 2 72. അപ്പൊ 2 ഇൻറ്റു 72 എന്ന് കിട്ടും ഉത്തരം. നിങ്ങൾ കൃത്യമായി അരിച്ചു നോക്കണം. ക്രിയകൾ നിങ്ങൾ ചെയ്യണം കേട്ടല്ലോ. ക്രിയകൾ നിങ്ങൾ ചെയ്യാം. വെറുതെ ഉത്തരം എഴുതി വെച്ചാൽ പോരാ, ക്രിയകളൊക്കെ സ്വന്തമായി ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ അടുത്തൊരു ചോദ്യം കൂടി ചർച്ച ചെയ്യാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ ആരവും ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധം എന്താണെന്നാണ്. അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപിക. ഈ അർദ്ധവൃത്തം എന്നാൽ എന്താണ്? വൃത്തത്തിന്റെ പകുതി. അത് നമുക്ക് എന്തായി സങ്കല്പിക്കാം? വൃത്താംശമായി സങ്കല്പിച്ചാൽ കേന്ദ്രകോൺ എത്ര? 180 ഡിഗ്രിയാണ് അല്ലെ? 180 ഡിഗ്രി കേന്ദ്രകോണായി വരുന്ന ഒരു വൃത്താംശമാണ് അർദ്ധവൃത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ആരവും ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധമാണ് വേണ്ടത്. നമ്മുടെ മനസ്സ് നേരിട്ടുണ്ട്. എന്താണ് ആരവും ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധം? ആർ ബൈ എൽ, ആർ ഈസ് ടു എൽ. അതെന്താ? എക്സ് ബൈ 360 ആണ്. അപ്പൊ ആർ ബൈ എൽ സമം എക്സ് ബൈ 360 എന്ന് പറയാം. ഇവിടെ അർദ്ധവൃത്തമായത് കൊണ്ട് കേന്ദ്രകോൺ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയി നമ്മൾ സങ്കല്പിക്കാം. അപ്പോൾ ആർ ബൈ എൽ സമം 180 ബൈ 360 എന്നായി മാറുന്നു. 180 ബൈ 360 ചുരുക്കിയാല് 1/2. 180ന്റെ ഇരട്ടിയാണ് 360. 360ന്റെ പകുതിയാണ് 180. അപ്പൊ ആറും എല്ലും തമ്മിലുള്ള അംശബന്ധം എന്താ? 1:2. അപ്പൊ അംശബന്ധം സമം നമുക്ക് എന്ത് എഴുതാം? 1:2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ?